എന്നും ഒരേപോലെ ചായ ഉണ്ടാക്കി മടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചായ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. ഇനി ഓറഞ്ചിൻ്റെ തൊലി പോലും നമ്മൾ വെറുതെ കളയാൻ പോകുന്നില്ല. ഇത് വെച്ച് നല്ലൊരു ഐഡിയ ആണ് കേട്ടോ നമ്മൾ ഇന്ന് കാണിക്കുന്നത്. ഇന്ന് നമുക്ക് നല്ലൊരു ഓറഞ്ച് ടീ ഉണ്ടാക്കി നോക്കാം. നല്ല ടേസ്റ്റും നല്ല ഫ്ലേവറൊക്കെ ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ചായ ആണ് കേട്ടോ. എന്നും ഒരുപോലെ തന്നെ ചായ ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഒരു വെറൈറ്റിക്ക് നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഓറഞ്ച് റൗണ്ടിൽ കട്ട് ചെയ്യുക. ഫുള്ളായിട്ട് കട്ട് ചെയ്യണ്ട, ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ ആ ഓറഞ്ച് മുറിയാത്ത രീതിയിൽ തൊലി മാത്രം ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് പിന്നെ ഒരു സൈഡ് നമുക്ക് അങ്ങനെ വെക്കാം, മറ്റേ സൈഡിലെ ഓറഞ്ച് മുഴുവനായിട്ട് എടുത്തിട്ട് ആ തൊലി നമുക്ക് കളയാം. ഇതുപോലത്തെ ഒരു റൗണ്ട് പകുതി ഉണ്ടല്ലോ, ഒരു പാത്രം പോലെയാണല്ലോ ഇപ്പോൾ ഇത് കാണാൻ. അത് നമുക്ക് എടുത്തിട്ട് ഇതുപോലെ ഒരു കത്തി വെച്ച് നന്നായിട്ട് കുത്തി കൊടുത്ത് കുറേ ഹോൾസ് ഉണ്ടാക്കി എടുക്കണം കേട്ടോ. കീറിപ്പോവരുത്. ഈ ഒരു രീതിക്ക് കത്തി വെച്ച് ഒരുപാട് ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാനിൽ വെച്ച് ചൂടാക്കുക, നന്നായി ചൂടാക്കുക. അതിലോട്ട് നമുക്ക് എത്രയാണോ നിങ്ങൾക്ക് ചായ ഉണ്ടാക്കേണ്ടത് അതിനനുസരിച്ചുള്ള ചായപ്പൊടി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു കപ്പാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, ഒരു ഗ്ലാസ്. അപ്പോൾ ഒരു ഗ്ലാസ്സിലേക്ക് ആവശ്യമായിട്ടുള്ള ചായപ്പൊടി ഓരോരുത്തർക്കും ഓരോ കടുപ്പാവുന്നതുകൊണ്ട് ചായപ്പൊടിയുടെ കറക്റ്റ് അളവ് പറയുന്നില്ല. അത് നല്ലോണം ചൂടാവട്ടെ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വേറൊരു അടുപ്പിൽ ഒന്ന് ജസ്റ്റ് ചൂടായി കിട്ടിയാൽ മാത്രം മതി കേട്ടോ. ഒരുപാട് സമയം വെച്ച് കരിക്കൊന്നും വേണ്ട, ഒരു 2 മിനിറ്റ് വെച്ചാൽ മതി ഓറഞ്ച് അങ്ങനെ. അപ്പം ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്തിട്ട് അതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിപ്പം എടുത്തിട്ടുള്ള ഓറഞ്ച് ഉണ്ടല്ലോ അതിൽ നിന്നൊരു 4-5 അല്ലി ഓറഞ്ച് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇതിന് നല്ലോണം വെള്ളം തിളക്കുമ്പോൾ നമുക്കിതിലോട്ട് എന്ത് ചെയ്യാം, ഒരു ആവശ്യത്തിന് മധുരത്തിന് പഞ്ചസാര. അപ്പോൾ ഏകദേശം ചിലവർക്കൊക്കെ ഒരു ഗ്ലാസ്സിന് 1 ടീസ്പൂൺ മതിയാവും, ചിലപ്പോൾ അതിൽ കൂടുതൽ വേണ്ടി വരും. അപ്പോൾ അത് എത്രയാണോ നിങ്ങളുടെ പാകം അതിനനുസരിച്ചിട്ട് മധുരം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ ഓറഞ്ച് ഒന്ന് ഇങ്ങനെ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു നീര് ആ ഒരു വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടി മാത്രമാണ്. നല്ലോണം ഒന്ന് തിളച്ച് കഴിയുമ്പം ആ ഓറഞ്ചിൻ്റെ ആ ഒരു ഫ്ലേവർ അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആ ഒരു നമ്മൾ ചൂടാക്കി വെച്ചിട്ടുള്ള ഓറഞ്ച് ഒരു ഗ്ലാസ്സിൻ്റെ പുറത്ത് ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മൾ ആ തിളച്ച വെള്ളം കറക്റ്റായിട്ട് ആ ഓറഞ്ചിലൂടെ വേണം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ആ ഓറഞ്ചിൻ്റെ തൊലിയിലൂടെ ഇറങ്ങി നമ്മുടെ ഗ്ലാസ്സിലോട്ട് ഫിൽറ്റർ ചെയ്ത് ഇങ്ങനെ വരും. അപ്പോൾ നല്ല ഒരു സ്മെല്ലും അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു അടിപൊളി ടീ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ച് സമയം വെക്കുക. അപ്പോൾ ഞാൻ ഇട്ട ഹോൾസ് നല്ല രീതിക്ക് ഫിൽറ്റർ ചെയ്യാൻ കുറച്ച് താമസം എടുക്കുന്നതുകൊണ്ട് ഞാൻ ഒന്നും കൂടി ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ കഴിയുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ തിളച്ച വെള്ളം ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ചായ ഇവിടെ റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. എന്നും ഒരുപോലെ ചായ ഉണ്ടാക്കി മടുക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. താങ്ക്